ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ശ്രുതി. നമ്മളൊരു കാര്യം ഇഷ്ടപ്പെട്ടാണ് പഠിക്കുന്നതെങ്കിൽ അത് നമുക്ക് എളുപ്പത്തിൽ പഠിക്കാനും ഓർത്ത് വെക്കാനും പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു കഥ കേട്ടുകൊണ്ടാണ് ഇംഗ്ലീഷ് പഠിക്കാൻ പോകുന്നത്. കഥകൾ കേൾക്കാനും പറയാനും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. നമ്മൾ മലയാളത്തിലൊരു സെൻറ്റൻസ് പറയുന്ന പോലെയല്ല ഇംഗ്ലീഷിലൊരു സെൻറ്റൻസ് പറയുന്നത്. സെൻറ്റൻസ് സ്ട്രക്ചർ മനസ്സിലാക്കാനും കഥകളിലൂടെ ഇംഗ്ലീഷ് പഠിക്കുന്നത് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മളിവിടെ പഠിക്കുന്ന ഓരോ പുതിയ വാക്കും ഈ കഥയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതായതുകൊണ്ട് തന്നെ അത് നമുക്ക് ഓർത്ത് വെക്കാനും എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ കഥ കേട്ട് നോക്കാം. നമ്മുടെ സ്റ്റോറിയുടെ പേര് ദ മിസ്റ്ററി ഓഫ് ദ മിസ്സിംഗ് ജാക്ക് ഫ്രൂട്ട്. കാണാതായ ചക്കയുടെ രഹസ്യം. മിസ്റ്ററി എന്ന് പറഞ്ഞാൽ രഹസ്യം, നിഗൂഢത, ഇതൊക്കെയാണ് അർത്ഥം. ജാക്ക് ഫ്രൂട്ട് എന്ന് വെച്ചാൽ നമ്മുടെ ചക്ക. ദ മിസ്റ്ററി ഓഫ് ദ മിസ്സിംഗ് ജാക്ക് ഫ്രൂട്ട്, മിസ്സായ അല്ലെങ്കിൽ കാണാതായ ചക്കയുടെ രഹസ്യം. അപ്പം നമുക്ക് കഥ കേട്ട് നോക്കാം. എവ്രി സമ്മർ എ മാസീവ് സ്വീറ്റ് ജാക്ക് ഫ്രൂട്ട് ട്രീ ഇൻ മാധവൻ നായർസ് ബാക്ക് യാർഡ് ബിക്കെയിം ദി എൻവി ഓഫ് ദി എൻറ്റയർ വില്ലേജ്. എല്ലാ വേനൽക്കാലത്തും മാധവൻ നായരുടെ വീട്ടുപറമ്പിലെ വലുതും മധുരമുള്ളതുമായ ആ പ്ലാവ് ആ ഗ്രാമത്തിൻ്റെ മുഴുവൻ കൊതിക്കും അസൂയയ്ക്കും കാരണമായി മാറി. എവ്രി സമ്മർ, എവ്രി എല്ലാ, സമ്മർ വേനൽ അല്ലെങ്കിൽ വേനൽക്കാലം. എവ്രി സമ്മർ എല്ലാ വേനൽക്കാലത്തും. എ മാസീവ് സ്വീറ്റ് ജാക്ക് ഫ്രൂട്ട് ട്രീ. മാസീവ് എന്ന് വെച്ചാൽ കൂറ്റൻ അല്ലെങ്കിൽ വളരെ വലിയ, ഇതൊക്കെയാണ് അർത്ഥം. സ്വീറ്റ് മധുരമുള്ള. ജാക്ക് ഫ്രൂട്ട് ട്രീ എന്ന് പറഞ്ഞാൽ പ്ലാവ്. എ മാസീവ് സ്വീറ്റ് ജാക്ക് ഫ്രൂട്ട് ട്രീ, ഒരു വലിയ മധുരമുള്ള പ്ലാവ്. അതെവിടെയുള്ളത്? ഇൻ മാധവൻ നായർസ് ബാക്ക് യാർഡ്. ബാക്ക് യാർഡ് എന്ന് വെച്ചാൽ പറമ്പ്, തൊടി, വീട്ടുപറമ്പ്, ഇതൊക്കെയാണ് അർത്ഥം. ഇൻ മാധവൻ നായർസ് ബാക്ക് യാർഡ്, മാധവൻ നായരുടെ വീട്ടുപറമ്പിലെ. എവ്രി സമ്മർ എ മാസീവ് സ്വീറ്റ് ജാക്ക് ഫ്രൂട്ട് ട്രീ ഇൻ മാധവൻ നായർസ് ബാക്ക് യാർഡ്. എല്ലാ വേനൽക്കാലത്തും മാധവൻ നായരുടെ വീട്ടുപറമ്പിലെ വലുതും മധുരമുള്ളതുമായ ആ പ്ലാവ് ബിക്കെയിം ദി എൻവി ഓഫ് ദി എൻറ്റയർ വില്ലേജ്. ബിക്കെയിം എന്ന് വെച്ചാൽ ആയിത്തീർന്നു അല്ലെങ്കിൽ ആയി മാറി, ഇതൊക്കെയാണ് അർത്ഥം. എൻവി അസൂയ, കുശുമ്പ് അല്ലെങ്കിൽ കൊതി. എൻറ്റയർ വില്ലേജ്, എൻറ്റയർ എന്ന് വെച്ചാൽ മുഴുവൻ അല്ലെങ്കിൽ മുഴുവനും. വില്ലേജ് ഗ്രാമം. എൻറ്റയർ വില്ലേജ് മുഴുവൻ ഗ്രാമം. ബിക്കെയിം ദി എൻവി ഓഫ് ദി എൻറ്റയർ വില്ലേജ്, ഗ്രാമത്തിൻ്റെ മുഴുവൻ അസൂയയായി മാറി. എവ്രി സമ്മർ എ മാസീവ് സ്വീറ്റ് ജാക്ക് ഫ്രൂട്ട് ട്രീ ഇൻ മാധവൻ നായർസ് ബാക്ക് യാർഡ് ബിക്കെയിം ദി എൻവി ഓഫ് ദി എൻറ്റയർ വില്ലേജ്. എല്ലാ വേനൽക്കാലത്തും മാധവൻ നായരുടെ വീട്ടുപറമ്പിലെ വലുതും മധുരമുള്ളതുമായ ആ പ്ലാവ് ആ ഗ്രാമത്തിൻ്റെ മുഴുവൻ കൊതിക്കും അസൂയയ്ക്കും കാരണമായി മാറി. ദിസ് ഇയർ വൺ സ്പെസിഫിക് ജാക്ക് ഫ്രൂട്ട് ഗ്രൂ എക്സ്ട്രാ ഓർഡിനറിലി ലാർജ്. ഈ വർഷം ഒരു പ്രത്യേക ചക്ക അസാധാരണമാംവിധം വലുതായി വളർന്നു. ദിസ് ഇയർ, ഈ വർഷം. വൺ സ്പെസിഫിക് ജാക്ക് ഫ്രൂട്ട്. സ്പെസിഫിക് എന്ന് വെച്ചാൽ പ്രത്യേക അല്ലെങ്കിൽ പ്രത്യേകമായ, ഇതൊക്കെയാണ് അർത്ഥം. ജാക്ക് ഫ്രൂട്ട് ചക്ക. വൺ സ്പെസിഫിക് ജാക്ക് ഫ്രൂട്ട്, ഒരു പ്രത്യേക ചക്ക. ഗ്രൂ, ഗ്രോ എന്ന് പറഞ്ഞാൽ വളരുക. ഇതിൻ്റെ പാസ്റ്റാണ് ഗ്രൂ, വളർന്നു. എക്സ്ട്രാ ഓർഡിനറിലി, അസാധാരണമായി അല്ലെങ്കിൽ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ. ലാർജ്, വലിയ. വൺ സ്പെസിഫിക് ജാക്ക് ഫ്രൂട്ട് ഗ്രൂ എക്സ്ട്രാ ഓർഡിനറിലി ലാർജ്, ഒരു പ്രത്യേക ചക്ക അസാധാരണമാംവിധം വലുതായി വളർന്നു. ദിസ് ഇയർ വൺ സ്പെസിഫിക് ജാക്ക് ഫ്രൂട്ട് ഗ്രൂ എക്സ്ട്രാ ഓർഡിനറിലി ലാർജ്. ഈ വർഷം ഒരു പ്രത്യേക ചക്ക അസാധാരണമാംവിധം വലുതായി വളർന്നു. മാധവൻ നായർ വാച്ച്ഡ് ഇറ്റ് ഡെയിലി, വെയിറ്റിംഗ് ഫോർ ദ പെർഫെക്റ്റ് മൊമെൻറ്റ് ടു ഹാർവസ്റ്റ് ഇറ്റ്. മാധവൻ നായർ വാച്ച്ഡ് ഇറ്റ് ഡെയിലി. വാച്ച് എന്ന് പറഞ്ഞാൽ നോക്കുക അല്ലെങ്കിൽ ശ്രദ്ധിക്കുക. വാച്ച്ഡ്, ശ്രദ്ധിച്ചിരുന്നു അല്ലെങ്കിൽ നോക്കിയിരുന്നു. ഡെയിലി, ദിവസവും. മാധവൻ നായർ വാച്ച്ഡ് ഇറ്റ് ഡെയിലി. മാധവൻ നായർ ദിവസവും അതിനെ ശ്രദ്ധിച്ചിരുന്നു. വെയിറ്റിംഗ് ഫോർ ദ പെർഫെക്റ്റ് മൊമെൻറ്റ്. വെയിറ്റ്, കാത്തിരിക്കുക. പെർഫെക്റ്റ് എന്ന് വെച്ചാൽ ഏറ്റവും അനുയോജ്യമായ അല്ലെങ്കിൽ കൃത്യമായ. മൊമെൻറ്റ്, പ്രത്യേക സമയം അല്ലെങ്കിൽ അവസരം. വെയിറ്റിംഗ് ഫോർ ദ പെർഫെക്റ്റ് മൊമെൻറ്റ്, ഏറ്റവും അനുയോജ്യമായ സമയത്തിനായി കാത്തിരിക്കുകയായിരുന്നു. ടു ഹാർവസ്റ്റ് ഇറ്റ്. ഹാർവസ്റ്റ് എന്ന് വെച്ചാൽ വിളവെടുപ്പ് എന്നാണ് അർത്ഥം. ടു ഹാർവസ്റ്റ് ഇറ്റ്, അത് വിളവെടുക്കാൻ. മാധവൻ നായർ വാച്ച്ഡ് ഇറ്റ് ഡെയിലി, വെയിറ്റിംഗ് ഫോർ ദ പെർഫെക്റ്റ് മൊമെൻറ്റ് ടു ഹാർവസ്റ്റ് ഇറ്റ്. മാധവൻ നായർ ദിവസവും അതിനെ ശ്രദ്ധിച്ചിരുന്നു അല്ലെങ്കിൽ നോക്കിയിരുന്നു. അത് വിളവെടുക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയത്തിനായി കാത്തിരിക്കുകയായിരുന്നു. ഓൺ എ ഫ്രൈഡേ ഈവനിങ് ഹി ടാപ്ഡ് ഇറ്റ്. തട്ട് തട്ട്, ഇറ്റ് വാസ് പെർഫെക്റ്റ്ലി റൈപ്പ്. ഒരു വെള്ളിയാഴ്ച വൈകുന്നേരം അവൻ അതിൽ തട്ടി നോക്കി. തട്ട് തട്ട്, അത് പാകത്തിന് പഴുത്തിട്ടുണ്ടായിരുന്നു.
അല്ലെങ്കിൽ വിളഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൺ എ ഫ്രൈഡേ ഈവനിങ്, ഈവനിങ് വൈകുന്നേരം. ഓൺ എ ഫ്രൈഡേ ഈവനിങ്, ഒരു വെള്ളിയാഴ്ച വൈകുന്നേരം. ഹി ടാപ്ഡ് ഇറ്റ്. ടാപ്പ് എന്ന് വെച്ചാൽ തട്ടുക അല്ലെങ്കിൽ കൊട്ടുക. അതായത് വിരലുകൊണ്ടോ കൈകൊണ്ടോ മെല്ലെ തട്ടുന്നതിനെയാണ് ടാപ്പ് എന്ന് പറയുന്നത്. ഹി ടാപ്ഡ് ഇറ്റ്. അവൻ അതിൽ തട്ടി നോക്കി. ഇറ്റ് വാസ് പെർഫെക്റ്റ്ലി റൈപ്പ്. പെർഫെക്റ്റ്ലി കൃത്യമായി അല്ലെങ്കിൽ പാകത്തിന്. റൈപ്പ് പഴുത്ത, വിളഞ്ഞ, പാകമായ, ഇതൊക്കെയാണ് അർത്ഥം. ഇറ്റ് വാസ് പെർഫെക്റ്റ്ലി റൈപ്പ്. അത് കൃത്യമായി അല്ലെങ്കിൽ പാകത്തിന് പഴുത്തിട്ടുണ്ടായിരുന്നു. ടുമോറോ മോർണിംഗ് വി വിൽ കട്ട് ഇറ്റ്, ഹി അനൗൺസ് ടു ഹിസ് വൈഫ്. നാളെ രാവിലെ നമ്മളിത് മുറിക്കും, അവൻ തൻ്റെ ഭാര്യയോട് പ്രഖ്യാപിച്ചു അല്ലെങ്കിൽ പറഞ്ഞു. ടുമോറോ മോർണിംഗ്, നാളെ രാവിലെ. വി വിൽ കട്ട് ഇറ്റ്, നമ്മളിത് കട്ട് ചെയ്യും അല്ലെങ്കിൽ മുറിക്കും. ഹി അനൗൺസ് ടു ഹിസ് വൈഫ്. അനൗൺസ് എന്ന് വെച്ചാൽ പ്രഖ്യാപിക്കുക, അറിയിക്കുക, പരസ്യമായി പറയുക, ഇതൊക്കെയാണ് അർത്ഥം. ഹി അനൗൺസ്ഡ്, അവൻ പ്രഖ്യാപിച്ചു അല്ലെങ്കിൽ പറഞ്ഞു. ടു ഹിസ് വൈഫ്, അവൻ്റെ ഭാര്യയോട്. ഹി അനൗൺസ് ടു ഹിസ് വൈഫ്, അവൻ തൻ്റെ ഭാര്യയോട് പ്രഖ്യാപിച്ചു അല്ലെങ്കിൽ പറഞ്ഞു. ടുമോറോ മോർണിംഗ് വി വിൽ കട്ട് ഇറ്റ്, ഹി അനൗൺസ് ടു ഹിസ് വൈഫ്. നാളെ രാവിലെ നമ്മളിത് മുറിക്കും, അവൻ തൻ്റെ ഭാര്യയോട് പറഞ്ഞു. ഓൺ എ ഫ്രൈഡേ ഈവനിങ് ഹി ടാപ്ഡ് ഇറ്റ്. തട്ട്, ഇറ്റ് വാസ് പെർഫെക്റ്റ്ലി റൈപ്പ്. ടുമോറോ മോർണിംഗ് വി വിൽ കട്ട് ഇറ്റ്, ഹി അനൗൺസ് ടു ഹിസ് വൈഫ്. ഒരു വെള്ളിയാഴ്ച വൈകുന്നേരം അവൻ അതിൽ തട്ടി നോക്കി. തട്ട്, അത് പാകത്തിന് പഴുത്തിട്ടുണ്ടായിരുന്നു. നാളെ രാവിലെ നമ്മളിത് മുറിക്കും, അവൻ തൻ്റെ ഭാര്യയോട് പറഞ്ഞു. ദ നെക്സ്റ്റ് മോർണിംഗ് അറ്റ് 6 AM മാധവൻ നായർ വാക്ക്ഡ് ഇൻ ടു ദ ബാക്ക് യാർഡ് വിത്ത് ഹിസ് മാഷറ്റി ആൻഡ് എ ബോട്ടിൽ ഓഫ് കോക്കനട്ട് ഓയിൽ ടു ക്ലീൻ ദ സാപ്പ്. അടുത്ത ദിവസം രാവിലെ 6 മണിക്ക് മാധവൻ നായർ തൻ്റെ കൊടുവാളും കറ കളയാനുള്ള ഒരു കുപ്പി വെളിച്ചെണ്ണയുമായി പറമ്പിലേക്ക് നടന്നു. ദ നെക്സ്റ്റ് മോർണിംഗ് അറ്റ് 6 AM അടുത്ത ദിവസം രാവിലെ 6 മണിക്ക് മാധവൻ നായർ വാക്ക്ഡ് ഇൻ ടു ദ ബാക്ക് യാർഡ്. വാക്ക് നടക്കുക. ബാക്ക് യാർഡ് നമ്മൾ നേരത്തെ പറഞ്ഞു, പറമ്പ്, തൊടി, വീട്ടുപറമ്പ് അല്ലെങ്കിൽ വീടിൻ്റെ പുറകിലെ പറമ്പ്. മാധവൻ നായർ വാക്ക്ഡ് ഇൻ ടു ദ ബാക്ക് യാർഡ്. മാധവൻ നായർ വീടിൻ്റെ പുറകിലെ പറമ്പിലേക്ക് നടന്നു. എന്തുമായിട്ടാണ് പോയത്? വിത്ത് ഹിസ് മെഷറ്റി. മെഷറ്റി എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ കാട് വെട്ടാനും ചക്ക വെട്ടാനൊക്കെ ഉപയോഗിക്കുന്ന കൊടുവാൾ അല്ലെങ്കിൽ വെട്ടുകത്തി. വിത്ത് ഹിസ് മെഷറ്റി, തൻ്റെ കൊടുവാളുമായി. അതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ആൻഡ് എ ബോട്ടിൽ ഓഫ് കോക്കനട്ട് ഓയിൽ ടു ക്ലീൻ ദ സാപ്പ്. ബോട്ടിൽ കുപ്പി, കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണ. എ ബോട്ടിൽ ഓഫ് കോക്കനട്ട് ഓയിൽ, ഒരു കുപ്പി വെളിച്ചെണ്ണ. അതെന്തിനു വേണ്ടിയാ? ടു ക്ലീൻ ദ സാപ്പ്. സാപ്പ് എന്ന് വെച്ചാൽ കറ. മരങ്ങളുടെയും ചെടികളുടെയും ഇലയോ അല്ലെങ്കിൽ തണ്ടോ മുറിക്കുമ്പോൾ വരുന്ന ദ്രാവകം. ഇവിടെ ചക്കയുടെ കറയാണ് ഉദ്ദേശിക്കുന്നത്. വിത്ത് ഹിസ് മെഷറ്റി ആൻഡ് എ ബോട്ടിൽ ഓഫ് കോക്കനട്ട് ഓയിൽ ടു ക്ലീൻ ദ സാപ്പ്. തൻ്റെ കൊടുവാളും കയ്യിൽ പറ്റുന്ന കറ കളയാൻ ഒരു കുപ്പി വെളിച്ചെണ്ണയുമായി. ചക്കയൊക്കെ വെട്ടുമ്പോൾ നമ്മൾ കറ കളയാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ പുരട്ടാറുണ്ടല്ലോ, അതാണ് ക്ലീൻ ദ സാപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ നെക്സ്റ്റ് മോർണിംഗ് അറ്റ് 6 AM മാധവൻ നായർ വാക്ക്ഡ് ഇൻ ടു ദ ബാക്ക് യാർഡ് വിത്ത് ഹിസ് മെഷറ്റി ആൻഡ് എ ബോട്ടിൽ ഓഫ് കോക്കനട്ട് ഓയിൽ ടു ക്ലീൻ ദ സാപ്പ്. അടുത്ത ദിവസം രാവിലെ 6 മണിക്ക് മാധവൻ നായർ തൻ്റെ കൊടുവാളും കറ കളയാനുള്ള ഒരു കുപ്പി വെളിച്ചെണ്ണയുമായി പറമ്പിലേക്ക് നടന്നു. ഹി ലുക്ക്ഡ് അപ്പ്. അവൻ മുകളിലേക്ക് നോക്കി. ലുക്ക്ഡ് അപ്പ് എന്ന് വെച്ചാൽ മുകളിലേക്ക് നോക്കി. ഹി ലുക്ക്ഡ് അപ്പ്. അവൻ മുകളിലേക്ക് നോക്കി. ഹിസ് ജോ ഡ്രോപ്ഡ്. അവൻ്റെ വാ പൊളിഞ്ഞുപോയി. അതായത് അത്ഭുതപ്പെടുകയോ ഞെട്ടുകയോ ചെയ്യുമ്പോൾ വായ തുറന്നു പോകുന്നതിനെയാണ് ജോ ഡ്രോപ്ഡ് എന്ന ശൈലി കൊണ്ട് ഇംഗ്ലീഷിൽ അർത്ഥമാക്കുന്നത്. ദ ജയൻറ്റ് ജാക്ക് ഫ്രൂട്ട് വാസ് ഗോൺ. ഓൺലി എ ക്ലീൻ കട്ട് ഓൺ ദ സ്റ്റെം റിമെയിൻഡ്. ആ ഭീമൻ ചക്ക അവിടെ ഉണ്ടായിരുന്നില്ല. ഞെട്ടിൽ വൃത്തിയായി മുറിച്ച ഒരു പാട് മാത്രമാണ് അവശേഷിച്ചിരുന്നത്. ദ ജയൻറ്റ് ജാക്ക് ഫ്രൂട്ട് വാസ് ഗോൺ. ജയൻറ്റ് എന്ന് പറഞ്ഞാൽ ഭീമൻ, ഭീമാകാരമായ അല്ലെങ്കിൽ വളരെ വലിയ, ഇതൊക്കെയാണ് അർത്ഥം. ദ ജയൻറ്റ് ജാക്ക് ഫ്രൂട്ട്, ആ ഭീമൻ ചക്ക അല്ലെങ്കിൽ വളരെ വലിയ ചക്ക. വാസ് ഗോൺ, അവിടെ ഇല്ലായിരുന്നു അല്ലെങ്കിൽ കാണാതായിരുന്നു. ദ ജയൻറ്റ് ജാക്ക് ഫ്രൂട്ട് വാസ് ഗോൺ. ആ ഭീമൻ ചക്ക അവിടെ ഉണ്ടായിരുന്നില്ല. ഓൺലി എ ക്ലീൻ കട്ട് ഓൺ ദ സ്റ്റെം റിമെയിൻഡ്. ഓൺലി എ ക്ലീൻ കട്ട്, വൃത്തിയായി മുറിച്ച ഒരു മുറിപ്പാട് മാത്രം. ഓൺ ദ സ്റ്റെം, അതിൻ്റെ ഞെട്ടിൽ അല്ലെങ്കിൽ തണ്ടിൽ. സ്റ്റെം എന്ന് വെച്ചാൽ തണ്ട്, ഞെട്ട്, ഇതൊക്കെയാണ് അർത്ഥം. റിമെയിൻഡ്, റിമെയിൻ എന്ന് വെച്ചാൽ അവശേഷിക്കുക, ബാക്കിയാവുക, ഇതൊക്കെയാണ് അർത്ഥം. റിമെയിൻഡ്, അവശേഷിച്ചിരുന്നു. ഓൺലി എ ക്ലീൻ കട്ട് ഓൺ ദ സ്റ്റെം റിമെയിൻഡ്.
ഞെട്ടിൽ വൃത്തിയായി മുറിച്ച ഒരു പാട് മാത്രമാണ് അവശേഷിച്ചിരുന്നത്. ദ നെക്സ്റ്റ് മോർണിംഗ് അറ്റ് 6 AM, മാധവൻ നായർ walked into the backyard with his machete and a bottle of coconut oil to clean the sap. He looked up. His jaw dropped. The giant jackfruit was gone. Only a clean cut on the stem remained. അടുത്ത ദിവസം രാവിലെ 6 മണിക്ക് മാധവൻ നായർ തൻ്റെ കൊടുവാളും കറ കളയാനുള്ള ഒരു കുപ്പി വെളിച്ചെണ്ണയുമായി പറമ്പിലേക്ക് നടന്നു. അവൻ മുകളിലേക്ക് നോക്കി. അവൻ്റെ വാ തുറന്നുപോയി. ആ ഭീമൻ ചക്ക അവിടെ ഉണ്ടായിരുന്നില്ല. ഞെട്ടിൽ വൃത്തിയായി മുറിച്ച ഒരു പാട് മാത്രമാണ് അവശേഷിച്ചിരുന്നത്. ഫ്രസ്ട്രേറ്റഡ് ആൻഡ് ഫ്യൂരിയസ്, he stormed to the local tea shop. Someone stole my jackfruit, he roared. നിരാശനും കോപാകുലനുമായ അയാൾ അടുത്തുള്ള ചായക്കടയിലേക്ക് പാഞ്ഞു ചെന്നു. ആരോ എൻ്റെ ചക്ക മോഷ്ടിച്ചു, അയാൾ അലറി. ഫ്രസ്ട്രേറ്റഡ് ആൻഡ് ഫ്യൂരിയസ്. ഫ്രസ്ട്രേറ്റഡ് എന്ന് വെച്ചാൽ നിരാശനായ അല്ലെങ്കിൽ കടുത്ത വിഷമമുള്ള, അതായത് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥ. ഫ്യൂരിയസ് എന്ന് പറഞ്ഞാൽ കടുത്ത ദേഷ്യമുള്ള അല്ലെങ്കിൽ അത്യധികം കോപമുള്ള. ഹി സ്റ്റോംഡ് ടു ദ ലോക്കൽ ടീ ഷോപ്പ്. സ്റ്റോംഡ് എന്ന് പറഞ്ഞാൽ ദേഷ്യത്തോടെ ആഞ്ഞടുത്തു അല്ലെങ്കിൽ കൊടുങ്കാറ്റ് പോലെ പാഞ്ഞു ചെന്നു. ഫ്രസ്ട്രേറ്റഡ് ആൻഡ് ഫ്യൂരിയസ്, ഹി സ്റ്റോംഡ്. നിരാശനും കോപാകുലനുമായ അയാൾ കൊടുങ്കാറ്റ് പോലെ പാഞ്ഞു ചെന്നു. എങ്ങോട്ടാ? ടു ദ ലോക്കൽ ടീ ഷോപ്പ്. ലോക്കൽ എന്ന് വെച്ചാൽ നാട്ടിലെ അല്ലെങ്കിൽ പ്രദേശത്തെ. ടീ ഷോപ്പ് ചായക്കട. ടു ദ ലോക്കൽ ടീ ഷോപ്പ്, നാട്ടിലെ അല്ലെങ്കിൽ പ്രദേശത്തെ ചായക്കടയിലേക്ക്. ഫ്രസ്ട്രേറ്റഡ് ആൻഡ് ഫ്യൂരിയസ്, ഹി സ്റ്റോംഡ് ടു ദ ലോക്കൽ ടീ ഷോപ്പ്. നിരാശനും കോപാകുലനുമായ അയാൾ നാട്ടിലെ ചായക്കടയിലേക്ക് പാഞ്ഞു ചെന്നു. സമ്മൺ സ്റ്റോൾ മൈ ജാക്ക് ഫ്രൂട്ട്. സമ്മൺ ആരോ. സ്റ്റീൽ എന്ന് പറഞ്ഞാൽ മോഷ്ടിക്കുക. അതിൻ്റെ പാസ്റ്റാണ് സ്റ്റോൾ, മോഷ്ടിച്ചു അല്ലെങ്കിൽ കട്ടു. ജാക്ക് ഫ്രൂട്ട് ചക്ക. സമ്മൺ സ്റ്റോൾ മൈ ജാക്ക് ഫ്രൂട്ട്. ആരോ എൻ്റെ ചക്ക മോഷ്ടിച്ചു. ഹി റോഡ്. റോഡ് എന്ന് വെച്ചാൽ അലറി വിളിച്ചു അല്ലെങ്കിൽ ഗർജിച്ചു. ഹി റോഡ്. അവൻ അലറി വിളിച്ചു. ദ സസ്പെക്ട്സ് വെർ മെനി. വാസ് ഇറ്റ് കുട്ടൻ, ദ നൊട്ടോറിയസ് ലോക്കൽ ഡ്രങ്കാർഡ്, ഓർ ദ മിസ്ചിവസ് സ്കൂൾ ബോയ്സ്? സംശയിക്കേണ്ടവർ ഒരുപാടായിരുന്നു. നാട്ടിലെ കുപ്രസിദ്ധ കുടിയനായ കുട്ടനാണോ അത് ചെയ്തത്, അതോ കുസൃതിക്കാരായ സ്കൂൾ കുട്ടികളോ? ദ സസ്പെക്ട്സ് വെർ മെനി. സസ്പെക്ട്സ് എന്ന് പറഞ്ഞാൽ സംശയിക്കപ്പെടുന്നവർ, അതായത് കുറ്റം ചെയ്തെന്ന് കരുതുന്നവർ. വേർ ആയിരുന്നു. മെനി. മെനി എന്ന് വെച്ചാൽ പലർ അല്ലെങ്കിൽ ഒരുപാട് പേർ. ദ സസ്പെക്ട്സ് വെർ മെനി. സംശയിക്കേണ്ടവർ ഒരുപാടായിരുന്നു. വാസ് ഇറ്റ് അതായിരുന്നു. വാസ് ഇറ്റ് കുട്ടൻ, അത് കുട്ടനായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ട് ദ നൊട്ടോറിയസ് ലോക്കൽ ഡ്രങ്കാർഡ്. നൊട്ടോറിയസ് എന്ന് പറഞ്ഞാൽ കുപ്രസിദ്ധനായ, മോശം കാര്യങ്ങൾക്ക് പേര് കേട്ട, ഇതാണ് അർത്ഥം. ലോക്കൽ നാട്ടിലെ, ഡ്രങ്കാർഡ് കുടിയൻ അല്ലെങ്കിൽ മദ്യപാനി. ദ നൊട്ടോറിയസ് ലോക്കൽ ഡ്രങ്കാർഡ്, നാട്ടിലെ കുപ്രസിദ്ധനായ കുടിയൻ. വാസ് ഇറ്റ് കുട്ടൻ, ദ നൊട്ടോറിയസ് ലോക്കൽ ഡ്രങ്കാർഡ്, നാട്ടിലെ കുപ്രസിദ്ധ കുടിയനായ കുട്ടനാണോ അത് ചെയ്തത്? ഓർ ദ മിസ്ചിവസ് സ്കൂൾ ബോയ്സ്. മിസ്ചിവസ് എന്ന് വെച്ചാൽ വികൃതികളായ അല്ലെങ്കിൽ കുറുമ്പന്മാരായ. സ്കൂൾ ബോയ്സ് സ്കൂൾ കുട്ടികൾ, അതായത് ആൺകുട്ടികൾ. ഓർ ദ മിസ്ചിവസ് സ്കൂൾ ബോയ്സ്, അതോ കുസൃതിക്കാരായ സ്കൂൾ കുട്ടികളോ? ദ സസ്പെക്ട്സ് വെർ മെനി. വാസ് ഇറ്റ് കുട്ടൻ, ദ നൊട്ടോറിയസ് ലോക്കൽ ഡ്രങ്കാർഡ്, ഓർ ദ മിസ്ചിവസ് സ്കൂൾ ബോയ്സ്? സംശയിക്കേണ്ടവർ ഒരുപാടായിരുന്നു. നാട്ടിലെ കുപ്രസിദ്ധ കുടിയനായ കുട്ടനാണോ അത് ചെയ്തത്, അതോ കുസൃതിക്കാരായ സ്കൂൾ കുട്ടികളോ? ഫ്രസ്ട്രേറ്റഡ് ആൻഡ് ഫ്യൂരിയസ്, ഹി സ്റ്റോംഡ് ടു ദ ലോക്കൽ ടീ ഷോപ്പ്. സമ്മൺ സ്റ്റോൾ മൈ ജാക്ക് ഫ്രൂട്ട്, ഹി റോഡ്. ദ സസ്പെക്ട്സ് വെർ മെനി. വാസ് ഇറ്റ് കുട്ടൻ, ദ നൊട്ടോറിയസ് ലോക്കൽ ഡ്രങ്കാർഡ്, ഓർ ദ മിസ്ചിവസ് സ്കൂൾ ബോയ്സ്? നിരാശനും കോപാകുലനുമായ അയാൾ അടുത്തുള്ള ചായക്കടയിലേക്ക് പാഞ്ഞു ചെന്നു. ആരോ എൻ്റെ ചക്ക മോഷ്ടിച്ചു, അയാൾ അലറി. സംശയിക്കേണ്ടവർ ഒരുപാടായിരുന്നു. നാട്ടിലെ കുപ്രസിദ്ധ കുടിയനായ കുട്ടനാണോ അത് ചെയ്തത്, അതോ കുസൃതിക്കാരായ സ്കൂൾ കുട്ടികളോ? ദാറ്റ് ആഫ്റ്റർനൂൺ മാധവൻ നായർസ് നെയ്ബർ ശശി walked into his courtyard carrying a heavy banana leaf bundle. ആ ഉച്ച കഴിഞ്ഞ് മാധവൻ നായരുടെ അയൽക്കാരനായ ശശി വലിയൊരു വാഴയില പൊതിയും താങ്ങിപ്പിടിച്ച് അദ്ദേഹത്തിൻ്റെ മുറ്റത്തേക്ക് നടന്നു വന്നു. ദാറ്റ് ആഫ്റ്റർനൂൺ, അന്നുച്ചയ്ക്ക് അല്ലെങ്കിൽ ആ ഉച്ച കഴിഞ്ഞ്. മാധവൻ നായർസ് നെയ്ബർ. നെയ്ബർ അയൽവാസി. മാധവൻ നായർസ് നെയ്ബർ, മാധവൻ നായരുടെ അയൽക്കാരൻ. അയാളുടെ പേരും പറയുന്നുണ്ട് ശശി. walked into his courtyard. വാക്ക് നടക്കുക. കോർട്ട്യാർഡ് എന്ന് വെച്ചാൽ മുറ്റം അല്ലെങ്കിൽ ഉമ്മറം. walked into his courtyard, അയാളുടെ മുറ്റത്തേക്ക് നടന്നു. ക്യാരിയിങ് എ ഹെവി ബനാന ലീഫ് ബണ്ടിൽ.
ക്യാരിയിങ് എന്ന് വെച്ചാൽ ചുമന്നുകൊണ്ട് അല്ലെങ്കിൽ താങ്ങിപ്പിടിച്ചുകൊണ്ട്. ഹെവി എന്ന് വെച്ചാൽ ഭാരമുള്ള അല്ലെങ്കിൽ വലിയ. ബനാന ലീഫ് വാഴയില. ബണ്ടിൽ എന്ന് വെച്ചാൽ പൊതി അല്ലെങ്കിൽ കെട്ട്. ക്യാരിയിങ് എ ഹെവി ബനാന ലീഫ് ബണ്ടിൽ. വലിയൊരു വാഴയില പൊതി താങ്ങിപ്പിടിച്ചുകൊണ്ട്. ദാറ്റ് ആഫ്റ്റർനൂൺ മാധവൻ നായർസ് നെയ്ബർ ശശി walked into his courtyard carrying a heavy banana leaf bundle. ആ ഉച്ച കഴിഞ്ഞ് മാധവൻ നായരുടെ അയൽക്കാരനായ ശശി വലിയൊരു വാഴയിലപ്പൊതിയും താങ്ങിപ്പിടിച്ച് അദ്ദേഹത്തിൻ്റെ മുറ്റത്തേക്ക് നടന്നു വന്നു. നായരേട്ട, ശശി സെഡ്, ലുക്കിംഗ് നെർവസ്. നായരേട്ട, ശശി പരിഭ്രാന്തിയോടെ പറഞ്ഞു. നായരേട്ട, ശശി സെഡ് പറഞ്ഞു. ലുക്കിംഗ് നെർവസ്. ലുക്കിംഗ് എന്ന് വെച്ചാൽ കാണപ്പെട്ടു അല്ലെങ്കിൽ ആ ഭാവത്തിൽ. നെർവസ് പരിഭ്രമിച്ച അല്ലെങ്കിൽ പരിഭ്രാന്തനായ. നായരേട്ട, ശശി സെഡ്, ലുക്കിംഗ് നെർവസ്. നായരേട്ട, ശശി പരിഭ്രാന്തിയോടെ പറഞ്ഞു. മൈ സൺ വെന്റ് ടു ദ ഗൾഫ് ലാസ്റ്റ് ഇയർ ആൻഡ് ടുഡേ ഹീ സെൻഡ് മണി. എൻ്റെ മകൻ കഴിഞ്ഞ വർഷമാണ് ഗൾഫിൽ പോയത്. ഇന്നവൻ കാശ് അയച്ചു തന്നു. മൈ സൺ വെന്റ് ടു ദ ഗൾഫ് ലാസ്റ്റ് ഇയർ. മൈ സൺ എൻ്റെ മകൻ. വെന്റ് പോയി. ടു ദ ഗൾഫ് ഗൾഫിലേക്ക്. ലാസ്റ്റ് ഇയർ കഴിഞ്ഞ വർഷം. മൈ സൺ വെന്റ് ടു ദ ഗൾഫ് ലാസ്റ്റ് ഇയർ. എൻ്റെ മകൻ കഴിഞ്ഞ വർഷമാണ് ഗൾഫിൽ പോയത്. ആൻഡ് ടുഡേ ഹീ സെൻഡ് മണി. ടുഡേ ഇന്ന്. ഹീ സെൻഡ് അയച്ചു. ആൻഡ് ടുഡേ ഹീ സെൻഡ് മണി. ഇന്ന് അവൻ പണം അയച്ചു. വി ബോട്ട് ദിസ് ഫ്രം ദ മാർക്കറ്റ് ടു മേക്ക് പായസം ഫോർ ദ വില്ലേജ് ടെമ്പിൾ ഫീസ്റ്റ്. നാട്ടിലെ അമ്പലത്തിലെ ഉത്സവത്തിന് പായസം ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങളിത് മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ്. വി ബോട്ട് ദിസ് ഫ്രം ദ മാർക്കറ്റ്. ബോട്ട് വാങ്ങി. ബൈയുടെ പാസ്റ്റാണ് ബൈ വാങ്ങുക. ബോട്ട് വാങ്ങി. വി ബോട്ട് ദിസ് ഞങ്ങളിത് വാങ്ങി. ഫ്രം ദ മാർക്കറ്റ് മാർക്കറ്റിൽ നിന്ന്. ടു മേക്ക് പായസം. മേക്ക് ഉണ്ടാക്കുക. ടു മേക്ക് പായസം പായസം ഉണ്ടാക്കാൻ. അതെന്തിനു വേണ്ടിയാണ്? ഫോർ ദ വില്ലേജ് ടെമ്പിൾ ഫീസ്റ്റ്. വില്ലേജ് ഗ്രാമം. ടെമ്പിൾ അമ്പലം അല്ലെങ്കിൽ ക്ഷേത്രം. ഫീസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉത്സവം അല്ലെങ്കിൽ സദ്യ. ഫോർ ദ വില്ലേജ് ടെമ്പിൾ ഫീസ്റ്റ്. ഗ്രാമത്തിലെ അല്ലെങ്കിൽ നാട്ടിലെ അമ്പലത്തിലെ ഉത്സവത്തിന് പായസം ഉണ്ടാക്കാൻ വേണ്ടി. വി ബോട്ട് ദിസ് ഫ്രം ദ മാർക്കറ്റ് ടു മേക്ക് പായസം ഫോർ ദ വില്ലേജ് ടെമ്പിൾ ഫീസ്റ്റ്. നാട്ടിലെ അമ്പലത്തിലെ ഉത്സവത്തിന് പായസം ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങളിത് മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ്. ഐ വാണ്ടഡ് ടു ഗിവ് യു ദ ഫസ്റ്റ് ഷെയർ. ഇതിൻ്റെ ആദ്യത്തെ പങ്ക് നിങ്ങൾക്ക് തരണമെന്ന് എനിക്കുണ്ടായിരുന്നു. ഐ വാണ്ടഡ് എന്ന് വെച്ചാൽ ആഗ്രഹമുണ്ടായിരുന്നു അല്ലെങ്കിൽ വേണമായിരുന്നു. ടു ഗിവ് തരുവാൻ അല്ലെങ്കിൽ നൽകുവാൻ. ഷെയർ എന്ന് വെച്ചാൽ പങ്ക് അല്ലെങ്കിൽ ഓഹരി. ഫസ്റ്റ് ഷെയർ ആദ്യത്തെ പങ്ക്. ഐ വാണ്ടഡ് ടു ഗിവ് യു ദ ഫസ്റ്റ് ഷെയർ. ഇതിൻ്റെ ആദ്യത്തെ പങ്ക് നിങ്ങൾക്ക് തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ദാറ്റ് ആഫ്റ്റർനൂൺ മാധവൻ നായർസ് നെയ്ബർ ശശി walked into his courtyard carrying a heavy banana leaf bundle. നായരേട്ട, ശശി said, looking nervous, my son went to the Gulf last year and today he sent money. We bought this from the market to make payasam for the village temple feast. I wanted to give you the first share. ആ ഉച്ച കഴിഞ്ഞ് മാധവൻ നായരുടെ അയൽക്കാരനായ ശശി വലിയൊരു വാഴയിലപ്പൊതിയും താങ്ങിപ്പിടിച്ച് അദ്ദേഹത്തിൻ്റെ മുറ്റത്തേക്ക് നടന്നു വന്നു. നായരേട്ട, ശശി പരിഭ്രാന്തിയോടെ പറഞ്ഞു. എൻ്റെ മകൻ കഴിഞ്ഞ വർഷമാണ് ഗൾഫിൽ പോയത്. ഇന്നവൻ പൈസ അയച്ചു തന്നു. നാട്ടിലെ അമ്പലത്തിലെ ഉത്സവത്തിന് പായസം ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങളിത് മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിൻ്റെ ആദ്യത്തെ പങ്ക് നിങ്ങൾക്ക് തരണമെന്ന് എനിക്കുണ്ടായിരുന്നു. ശശി ഓപ്പൺ ദ ലീഫ്. ഇൻസൈഡ് ലേ ഗോൾഡൻ പ്ലംപ് സ്വീറ്റ് ജാക്ക് ഫ്രൂട്ട് ബൾബ്സ്. മാധവൻ നായർ took a bite. The taste was unmistakably from his own tree. He looked at Shashi's guilty, sweating face and then down at Shashi's feet, which were covered in the sticky white sap of a jackfruit tree. ശശി ആ ഇല തുറന്നു. അതിനുള്ളിൽ സ്വർണ്ണ നിറത്തിലുള്ള കൊഴുത്തുരുണ്ട മധുരമുള്ള ചക്കച്ചുളകളുണ്ടായിരുന്നു. മാധവൻ നായർ അതിൽ നിന്നും ഒരു കടി കടിച്ചു. ആ രുചി യാതൊരു സംശയവുമില്ലാതെ അദ്ദേഹത്തിൻ്റെ സ്വന്തം പ്ലാവിലെ ചക്കയുടേത് തന്നെയായിരുന്നു. അദ്ദേഹം ശശിയുടെ കുറ്റബോധം നിറഞ്ഞ വിയർക്കുന്ന മുഖത്തേക്ക് നോക്കി. പിന്നീട് താഴേക്ക് ശശിയുടെ കാലുകളിലേക്ക് നോക്കി. അവയിൽ പ്ലാവിൻ്റെ അല്ലെങ്കിൽ ചക്കയുടെ ഒട്ടിപ്പിടിക്കുന്ന വെളുത്ത കറ പുരണ്ടിരുന്നു. ശശി ഓപ്പൺ ദ ലീഫ്. ഓപ്പൺ തുറന്നു. ലീഫ് ഇല. ശശി ഓപ്പൺ ദ ലീഫ്. ശശി ആ ഇല തുറന്നു. ഇൻസൈഡ് ലേ ഗോൾഡൻ പ്ലംപ് സ്വീറ്റ് ജാക്ക് ഫ്രൂട്ട് ബൾബ്സ്. ഇൻസൈഡ് ഉള്ളിൽ. ലേ എന്ന് പറഞ്ഞാൽ കിടന്നിരുന്നു അല്ലെങ്കിൽ ഉണ്ടായിരുന്നു. ഗോൾഡൻ സ്വർണ്ണ നിറത്തിലുള്ള. പ്ലം കൊഴുത്തുരുണ്ട അല്ലെങ്കിൽ നല്ല മാംസളമായ.
സ്വീറ്റ് മധുരമുള്ള. ബൾബ്സ് എന്ന് വെച്ചാൽ ഇവിടെ ചക്കച്ചുളകളെയാണ് ഉദ്ദേശിക്കുന്നത്. ഇൻസൈഡ് ലേ ഗോൾഡൻ പ്ലം സ്വീറ്റ് ജാക്ക് ഫ്രൂട്ട് ബൾബ്സ്. അതിനുള്ളിൽ സ്വർണ്ണ നിറത്തിലുള്ള കൊഴുത്തുരുണ്ട മധുരമുള്ള ചക്കച്ചുളകൾ ഉണ്ടായിരുന്നു. മാധവൻ നായർ ടുക്ക് എ ബൈറ്റ്. ടേക്ക് എന്ന് പറഞ്ഞാൽ എടുക്കുക, അതിൻ്റെ പാസ്റ്റാണ് ടുക്ക്, എടുത്തു. എ ബൈറ്റ് ഒരു കടി അല്ലെങ്കിൽ ഒരു കഷ്ണം. മാധവൻ നായർ ടുക്ക് എ ബൈറ്റ്. മാധവൻ നായർ ഒരു കടി അടിച്ചു അല്ലെങ്കിൽ ഒരു കഷ്ണം കടിച്ചു. ദ ടേസ്റ്റ് വാസ് അൺമിസ്റ്റേക്കബ്ലി ഫ്രം ഹിസ് ഓൺ ട്രീ. ദ ടേസ്റ്റ് ആ രുചി, വാസ് ആയിരുന്നു, അൺമിസ്റ്റേക്കബ്ലി. അൺമിസ്റ്റേക്കബ്ലി എന്ന് വെച്ചാൽ ഉറപ്പായി അല്ലെങ്കിൽ തെല്ലും സംശയമില്ലാതെ. ഫ്രം ഹിസ് ഓൺ ട്രീ, ഓൺ സ്വന്തം, ട്രീ മരം, ഇവിടെ പ്ലാവിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഫ്രം ഹിസ് ഓൺ ട്രീ തൻ്റെ സ്വന്തം മരത്തിൽ നിന്ന് അല്ലെങ്കിൽ സ്വന്തം പ്ലാവിൽ നിന്ന്. ദ ടേസ്റ്റ് വാസ് അൺമിസ്റ്റേക്കബ്ലി ഫ്രം ഹിസ് ഓൺ ട്രീ. ആ രുചി യാതൊരു സംശയവുമില്ലാതെ അദ്ദേഹത്തിൻ്റെ സ്വന്തം പ്ലാവിൻ്റെ ചക്കയുടേത് തന്നെയായിരുന്നു. ഹി ലുക്ക്ഡ് അറ്റ് ശശീസ് ഗിൽറ്റി സ്വെറ്റിംഗ് ഫേസ്. ഹി ലുക്ക്ഡ് നോക്കി. ഗിൽറ്റി എന്ന് വെച്ചാൽ കുറ്റബോധമുള്ള അല്ലെങ്കിൽ കള്ളത്തരം ചെയ്ത ഭാവമുള്ള. സ്വെറ്റിംഗ് വിയർക്കുന്ന. ഫേസ് മുഖം. ഹി ലുക്ക്ഡ് അറ്റ് ശശീസ് ഗിൽറ്റി സ്വെറ്റിംഗ് ഫേസ്. അദ്ദേഹം ശശിയുടെ കുറ്റബോധം നിറഞ്ഞ വിയർക്കുന്ന മുഖത്തേക്ക് നോക്കി. ആൻഡ് ദെൻ ഡൗൺ അറ്റ് ശശീസ് ഫീറ്റ്. ദെൻ പിന്നീട്, ഡൗൺ താഴേക്ക്, അറ്റ് ശശീസ് ഫീറ്റ് ശശിയുടെ കാലുകളിലേക്ക്. ആൻഡ് ദെൻ ഡൗൺ അറ്റ് ശശീസ് ഫീറ്റ് പിന്നീട് താഴേക്ക് ശശിയുടെ കാലുകളിലേക്ക്. വിച്ച് വർ കവേർഡ് ഇൻ ദ സ്റ്റിക്കി വൈറ്റ് സാപ്പ് ഓഫ് എ ജാക്ക് ഫ്രൂട്ട് ട്രീ. വിച്ച് ഏതാണോ അത്. വേർ ആയിരുന്നു. കവേർഡ് ഇൻ മൂടപ്പെട്ടിരുന്നു അല്ലെങ്കിൽ പുരണ്ടിരുന്നു. ദ സ്റ്റിക്കി എന്ന് വെച്ചാൽ ഒട്ടിപ്പിടിക്കുന്ന. വൈറ്റ് സാപ്പ് വൈറ്റ് വെളുത്ത. സാപ്പ് കറ, ഇവിടെ ചക്കയുടെ കറയാണ് ഉദ്ദേശിക്കുന്നത്. വിച്ച് വർ കവേർഡ് ഇൻ ദ സ്റ്റിക്കി വൈറ്റ് സാപ്പ് ഓഫ് എ ജാക്ക് ഫ്രൂട്ട് ട്രീ. അവയിൽ പ്ലാവിൻ്റെ അല്ലെങ്കിൽ ചക്കയുടെ ഒട്ടിപ്പിടിക്കുന്ന വെളുത്ത കറ പുരണ്ടിരുന്നു. ഹി ലുക്ക്ഡ് അറ്റ് ശശീസ് ഗിൽറ്റി സ്വെറ്റിംഗ് ഫേസ് ആൻഡ് ദെൻ ഡൗൺ അറ്റ് ശശീസ് ഫീറ്റ് വിച്ച് വർ കവേർഡ് ഇൻ ദ സ്റ്റിക്കി വൈറ്റ് സാപ്പ് ഓഫ് എ ജാക്ക് ഫ്രൂട്ട് ട്രീ. അദ്ദേഹം ശശിയുടെ കുറ്റബോധം നിറഞ്ഞ വിയർക്കുന്ന മുഖത്തേക്ക് നോക്കി. പിന്നീട് താഴേക്ക് ശശിയുടെ കാലുകളിലേക്കും നോക്കി. അവയിൽ പ്ലാവിൻ്റെ അല്ലെങ്കിൽ ചക്കയുടെ ഒട്ടിപ്പിടിക്കുന്ന വെളുത്ത കറ പുരണ്ടിരുന്നു. ശശി ഓപ്പൺ ദ ലീഫ്. ഇൻസൈഡ് ലേ ഗോൾഡൻ പ്ലംപ് സ്വീറ്റ് ജാക്ക് ഫ്രൂട്ട് ബൾബ്സ്. മാധവൻ നായർ ടുക്ക് എ ബൈറ്റ്. ദ ടേസ്റ്റ് വാസ് അൺമിസ്റ്റേക്കബ്ലി ഫ്രം ഹിസ് ഓൺ ട്രീ. ഹി ലുക്ക്ഡ് അറ്റ് ശശീസ് ഗിൽറ്റി സ്വെറ്റിംഗ് ഫേസ് ആൻഡ് ദെൻ ഡൗൺ അറ്റ് ശശീസ് ഫീറ്റ് വിച്ച് വർ കവേർഡ് ഇൻ ദ സ്റ്റിക്കി വൈറ്റ് സാപ്പ് ഓഫ് എ ജാക്ക് ഫ്രൂട്ട് ട്രീ. ശശി ആ ഇല തുറന്നു. അതിനുള്ളിൽ സ്വർണ്ണ നിറത്തിലുള്ള കൊഴുത്തുരുണ്ട മധുരമുള്ള ചക്കച്ചുളകളുണ്ടായിരുന്നു. മാധവൻ നായർ അതിൽ നിന്നും ഒരു കടിയടിച്ചു. ആ രുചി യാതൊരു സംശയവുമില്ലാതെ അദ്ദേഹത്തിൻ്റെ സ്വന്തം പ്ലാവിലെ ചക്കയുടേത് തന്നെയായിരുന്നു. അദ്ദേഹം ശശിയുടെ കുറ്റബോധം നിറഞ്ഞ വിയർക്കുന്ന മുഖത്തേക്ക് നോക്കി. പിന്നീട് താഴേക്ക് ശശിയുടെ കാലുകളിലേക്കും നോക്കി. അവയിൽ പ്ലാവിൻ്റെ അല്ലെങ്കിൽ ചക്കയുടെ ഒട്ടിപ്പിടിക്കുന്ന വെളുത്ത കറ പുരണ്ടിരുന്നു. മാധവൻ നായർ swallowed the sweet fruit, smiled grimly and said, "Excellent പായസം ശശി. Next time, just ask for the ladder before you climb." മാധവൻ നായർ ആ മധുരമുള്ള പഴം ഇറക്കി ഒരു ഗൗരവമുള്ള ചിരി ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, നല്ല ഒന്നാന്തരം പായസം ശശി. അടുത്ത തവണ മുകളിൽ കയറുന്നതിന് മുൻപ് ആ ഏണി ചോദിച്ചാൽ മതി കേട്ടോ. മാധവൻ നായർ swallowed the sweet fruit. swallowed എന്ന് വെച്ചാൽ വിഴുങ്ങി അല്ലെങ്കിൽ ഇറക്കി. സ്വീറ്റ് ഫ്രൂട്ട് മധുരമുള്ള പഴം, ഇവിടെ ചക്കച്ചുളയാണ് ഉദ്ദേശിക്കുന്നത്. സ്മൈൽഡ് ഗ്രിംലി. സ്മൈൽഡ് ചിരിച്ചു. ഗ്രിംലി എന്ന് വെച്ചാൽ ഗൗരവത്തോടെ അല്ലെങ്കിൽ കടുപ്പത്തിൽ. ഇവിടെ സ്മൈൽ ഗ്രിംലി എന്ന് വെച്ചാൽ എല്ലാം മനസ്സിലായെന്ന ഭാവത്തിൽ അല്ലെങ്കിൽ കള്ളം പിടിച്ച സന്തോഷത്തോടെയുള്ള ഒരു ഗൗരവ ചിരിയാണ്. സ്മൈൽഡ് ഗ്രിംലി ഗൗരവത്തോടെ ചിരിച്ചു. ആൻഡ് സെഡ് പറഞ്ഞു, എക്സലൻറ്റ് പായസം ശശി. എക്സലൻറ്റ് മികച്ച അല്ലെങ്കിൽ ഒന്നാം തരം. എക്സലൻറ്റ് പായസം ശശി, ഒന്നാം തരം പായസം ശശി. ഇവിടെ ശശി കൊടുത്തത് ചക്കച്ചുളയാണ്. പക്ഷെ മാധവൻ നായർ അതിനെ കളിയാക്കിക്കൊണ്ട് പായസം എന്ന് വിളിച്ചതാണ്. മാധവൻ നായർ swallowed the sweet fruit, smiled grimly and said, "Excellent പായസം ശശി." മാധവൻ നായർ ആ മധുരമുള്ള പഴം ഇറക്കി. എന്നിട്ട് ഒരു ഗൗരവമുള്ള ചിരി ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, നല്ല ഒന്നാന്തരം പായസം ശശി. നെക്സ്റ്റ് ടൈം ജസ്റ്റ് ആസ്ക് ഫോർ ദ ലാഡർ ബിഫോർ യു ക്ലൈംബ്. നെക്സ്റ്റ് ടൈം അടുത്ത തവണ. ജസ്റ്റ് ആസ്ക് ചോദിച്ചാൽ മതി. ഫോർ ദ ലാഡർ ഏണിക്കായി. ലാഡർ എന്ന് വെച്ചാൽ ഏണി. ബിഫോർ മുമ്പ്. ക്ലൈംബ് എന്ന് വെച്ചാൽ കയറുക. ബിഫോർ യു ക്ലൈംബ് നീ കയറുന്നതിന് മുമ്പ്. നെക്സ്റ്റ് ടൈം
ജസ്റ്റ് ആസ്ക് ഫോർ ദ ലാഡർ ബിഫോർ യു ക്ലൈംബ്. അടുത്ത തവണ മുകളിൽ കയറുന്നതിന് മുമ്പ്, അതായത് ചക്ക പറിക്കാൻ കയറുന്നതിന് മുമ്പ് ആ ഏണി ചോദിച്ചാൽ മതി കേട്ടോ. മാധവൻ നായർ swallowed the sweet fruit, smiled grimly and said, "Excellent പായസം ശശി. Next time, just ask for the ladder before you climb." മാധവൻ നായർ ആ മധുരമുള്ള പഴം ഇറക്കി. എന്നിട്ട് ഒരു ഗൗരവമുള്ള ചിരി ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, നല്ല ഒന്നാന്തരം പായസം ശശി. അടുത്ത തവണ മുകളിൽ കയറുന്നതിന് മുൻപ് ആ ഏണി ചോദിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസ് വേണം തോന്നുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബായ്.